പലരും പറയും ഉസ്താദേ നിസ്കാരത്തിൽ ഇഖ്ലാസ് വരുന്നില്ല, എത്ര കൈകെട്ടിയിട്ടും ഇഖ്ലാസ് വരുന്നില്ല, എത്രത്തോളം സന്തോഷത്തോടെ കടന്നു പോയിട്ട് ഈമാൻ വരുന്നില്ല. നിസ്കരിക്കാൻ കടന്നു നിൽക്കുമ്പോ പടച്ചവനെ നൂറ് ചിന്തകളാണ് കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ ഖാരിസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഉള്ളവർ ചർച്ച ചെയ്ത് എന്തെന്നറിയോ? അവരവിടെ നിന്ന് ചർച്ച ചെയ്തു പോയത് മറ്റൊന്നുമല്ല, അല്ലാഹുവേ എങ്ങനെ നമ്മുടെ നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടും? അതിന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ മറുപടി അറിയോ? വുളൂ നന്നാക്കുമോ? നിസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടാൻ, നിസ്കാരത്തിന് വേണ്ടി വുളുവെടുക്കുമ്പോ എന്റെ നിസ്കാരം ശരിയാകാനാണ് ഞാൻ വുളുവെടുക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയിട്ട് കടന്നു വരലാണ്. അങ്ങനെ നല്ലതുപോലെ കടന്നു വരണമെന്ന് മാത്രമല്ല, അവിടെ നിന്ന് ഫർളിന്റെ അവയവങ്ങളെല്ലാം വേണ്ടുന്ന കോലത്തിൽ കഴുകണമെന്ന് മാത്രമല്ല, സുന്നത്തായ മറ്റുള്ള കർമ്മങ്ങളോടെ വുളൂഇന്റെ സ്ഥാനത്ത് വുളൂഇനെ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. വുളുവെടുക്കുമ്പോ സംസാരിക്കാതിരിക്കുക. ഇന്ന് നമ്മൾ വുളുവെടുക്കുമ്പോഴും പടച്ച റബ്ബേ നമ്മൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് കഥ പറയുന്നുണ്ട് അല്ലേ? നമ്മളെല്ലാരും പറയും ഉസ്താദേ നിസ്കാരത്തിന് ഒരു ഇഖ്ലാസ് കിട്ടുന്നില്ല, നിസ്കാരത്തിന് ഒരു വെളിച്ചം കിട്ടുന്നില്ല. എന്തേ കാരണം? വുളൂഇന്റെ ഫർള് അല്ലേ? നമ്മളിപ്പോ മോൻ കഴിയുമ്പോൾ നമ്മൾ അപ്പൊ ചിന്തിക്കണം, പടച്ചവനെ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ വുളൂ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുഖത്ത് വെള്ളം കൊണ്ടുവരേണ്ടത്. നമ്മളിങ്ങനെ പറഞ്ഞോ ആളിയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കുറിച്ചിട്ടല്ല കാര്യമുണ്ടാ. എടി സുബൈദ നീ പറഞ്ഞോ കുഴപ്പമെന്ന് പറഞ്ഞാൽ എല്ലാം പിന്നെ കേൾക്കുന്നുണ്ട്. ഇല്ലടി ഇന്നലെ മീൻകറിയായിരുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ അങ്ങനെ പറയാതെ അല്ലാഹ് ഞാൻ നിസ്കാരത്തിന് വേണ്ടി വുളുവെടുക്കാൻ ആരെന്ത് ചോദിച്ചാലും മിണ്ടണ്ട, നല്ല നീയത്തോടെ നല്ല മനസ്സോടെ ഈമാനികമായ ചിന്തയോടെ വുളുവെടുക്കുക. എന്നിട്ട് പിന്നെ ഇവിടുന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവേ രണ്ട് കരങ്ങൾ ആകാശത്തിലേക്കും ഉയർത്തുമോ, നിറഞ്ഞ മനസ്സോടെ പറയുമോ, അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് ത്വയ്യിബീൻ, അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് ത്വയ്യിബീൻ. അല്ലാഹു എന്നെ പരിശുദ്ധമായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹുമ്മ ജഅൽനീ മിനത്ത് ത്വയ്യിബീന ത്വാഹിരീൻ. അല്ലാഹുവേ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ, നല്ലതുപോലെ കടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അത് മാത്രവുമല്ല, വുളുവെടുത്ത് കഴിഞ്ഞാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പടച്ചറബ്ബേ ഇതുപോലത്തെ ഒരു സൂറത്ത് കൂടെ നമ്മളൊന്ന് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് എണ്ണിയാ തിട്ടപ്പെടാത്ത പ്രതിഫലം അല്ലാഹു അവനിക്ക് തരികയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനേ കാരേ, അപ്പൊ നിസ്കാരത്തിൽ ഇഖ്ലാസ് വരണോ? നമ്മുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണോ? അതിന്റെ ഒന്നാമത്തെ വഴി നല്ലതുപോലെ വുളുവെടുക്കലാണ്. രണ്ടാമത്തെ വഴി അവിടെ നിന്ന് ദുആ ചെയ്യലാണ്. മൂന്നാമത്തെ വഴി ഖുർആനിൽ ഒരായത്തോതലാണ്. നാലാമത്തെ വഴി ഏതെന്നറിയോ? നിസ്കാരത്തിന് വേണ്ടി കടന്നു നിൽക്കുമ്പോ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന എവിടെയാണെന്നറിയോ? ഇന്ന് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്നത് ഒന്നുകിൽ ഒരു കല്യാണത്തിനാണ്, അല്ലെങ്കിൽ മറ്റു വല്ല ഫംഗ്ഷനുകളിലാണ്. പടച്ച റബ്ബേ, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടുന്നത് എവിടെയാണെന്നറിയോ? നിന്റെ നിസ്കാരത്തിലാണ്. ഇന്നല്ലാഹ ജമീലുൽ വയുഹിബ്ബുൽ ജമാല. അല്ലാഹു സൗന്ദര്യവാനാണ്. അല്ലാഹുവിന് സൗന്ദര്യത്തെ വല്ലാത്ത ഇഷ്ടമാണ്. പടച്ച റബ്ബേ, നിനക്കുണ്ടായിരിക്കുന്ന വസ്ത്രങ്ങൾ ആര് തന്നതാണ്? ആര് തന്ന സമ്പത്ത് കൊണ്ട് മേടിച്ചതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള സമ്പത്ത് കൊണ്ട് മേടിച്ചതാണ്. അങ്ങനെ ഉള്ള വഴികളിലൂടെ കടന്നു പോകുമ്പോ പടച്ചവനെ ചിന്തിക്കണം, അല്ലാഹ് നീ തന്ന ആരോഗ്യം കൊണ്ട്, നീ തന്ന സമ്പത്ത് കൊണ്ട്, അല്ലാഹ് നീ തന്ന ആരോഗ്യം കൊണ്ട് ആ സമ്പത്ത് ഉണ്ടാക്കിയത്, അതിൽ നിന്ന് നല്ല വസ്ത്രം മേടിച്ചു. പക്ഷേ നിന്റെ മുമ്പിൽ വരുമ്പോ നല്ല വസ്ത്രം ഞാൻ ധരിച്ചിട്ടില്ല. ഓരോരുത്തരും ചിന്തിക്കുമോ? അള്ളാന്റെ പ്രവാചകര് പഠിപ്പിച്ചല്ലോ സഹാബാ,
അള്ളാന്റെ മുമ്പിൽ വരുമ്പോ നല്ല കോലത്തിൽ വരണേ സ്വഹാബ, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കണേ സ്വഹാബ. പടച്ചവനെ, നമ്മൾ എന്താ ചെയ്യുക? കല്യാണത്തിന് കടന്നു പോവുകയാണ്, നല്ല ടിക്ടോപ്പിലാ നമ്മൾ കടന്നു പോയത്, നല്ല വടുവത്ത വസ്ത്രത്തിലാ കടന്നു പോയത്, വെള്ളമുണ്ടും വെള്ള ഉടുപ്പും ഇട്ടാ കടന്നു പോയത്. തിരിച്ചു വന്നിട്ട് ചുളിയാതെ വസ്ത്രമോരി മാറ്റിയിട്ടിട്ട് വീടിന്റെ അകത്തട്ടിൽ ഇന്നലെ ഉടുത്ത പുള്ളി കയ്യിൽ ഉടുത്ത് പുള്ളി മുണ്ടെടുത്ത് പടച്ചവനെ നിസ്കാരത്തിന് വേണ്ടി കടന്നു നിൽക്കുമ്പോ ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം, എവിടെയാ നമ്മൾ രക്ഷപ്പെടുന്നത്? എവിടെയാ നമുക്ക് ഇഖ്ലാസ് കിട്ടുന്നത്? അല്ലാഹു തന്ന നല്ല വസ്ത്രത്തെ മാറ്റിയിട്ടു, അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം നമ്മൾ ഇട്ടുകൊണ്ട് കടന്നു വരികയാണ്. അങ്ങനെ വന്നാൽ നിന്റെ നിസ്കാരത്തിന് യഥാർത്ഥപരമായ ഇഖ്ലാസ് ലഭിക്കില്ല എന്ന് പറഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന സന്തോഷമാണ്. ആ വസ്ത്രം നമ്മൾ എന്തിനു വേണ്ടിയാ മാറ്റിവെക്കുന്നത്? പടച്ച റബ്ബേ, റബ്ബിന്റെ മുമ്പിൽ ധരിക്കാൻ നല്ല ഒരു വസ്ത്രം വേണമല്ലോ. അങ്ങനെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നതെങ്കിൽ അവന്റെ നിസ്കാരത്തിന് വല്ലാത്ത മാധുര്യമാ. ആണായാലും ശരി പെണ്ണായാലും ശരി, നിസ്കാരത്തിന്റെ സമയത്ത് വേണ്ടുന്ന കോലത്തിൽ അങ്ങനെ കടന്നു വന്നാൽ, നല്ലതുപോലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്നാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വല്ലാത്തതാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പോലും അവർക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ ഇന്നിപ്പോ അതിനെപ്പറ്റി ഓർക്കാറില്ല, നമ്മളൊന്ന് ചിന്തിക്കാറില്ല. നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കളിച്ച് രമിച്ച് അടിച്ചു പൊളിച്ച് സുഖിച്ച് നമ്മളിങ്ങനെ കടന്നു പോവാൻ അത് പറ്റില്ല. മനസ്സിന്റെ ഉള്ളിൽ ഈമാനികമായ ചിന്ത നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ ആനുകൂല്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ പഠിച്ചുകൊള്ളുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന ആനുകൂല്യങ്ങൾ എത്രയാ. നമ്മുടെ കൈക്കോ നമ്മുടെ കണ്ണിനോ നമ്മുടെ കാലിനോ നമ്മുടെ കാതിനോ ഒരു കുഴപ്പവും നമുക്ക് തന്നിട്ടില്ലല്ലോ ചെറുപ്പക്കാരാ. അതുകൊണ്ട് നല്ല വസ്ത്രത്തോടു കൂടിയാണ് കടന്നു വരേണ്ടുന്നത്. നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പടച്ചവന്റെ മുമ്പിൽ കടന്നു വരേണ്ടുന്നത്. വൃത്തിയുള്ള സ്ഥലത്തായിരിക്കണം നമ്മൾ നിൽക്കേണ്ടുന്നത്. എന്നിട്ടോ അഊദു ബില്ലാഹി മിൻ ഹമസാത്തി ശൈത്വാനിർ റജീം, കഴിയുമെങ്കിൽ അതുകൂടെ ഒന്ന് ഓതിയിട്ടൊന്ന് കടന്നു വന്നോ, എന്നാ നിങ്ങൾക്ക് വിജയിക്കാമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഉസ്താദെ, നിസ്കാരത്തിൽ നീക്കാൻ വേണ്ടി ഒരു ഭയങ്കര മൂടൗട്ട ഉസ്താദ്, വല്ലാത്ത ബുദ്ധിമുട്ട ഉസ്താദ്, ഇനിയിപ്പോ എന്താ ചെയ്യാ? ചൊല്ലിക്കോ, അഊദു ബില്ലാഹി മിൻ ഹമസാത്തി ശൈത്വാനിർ റജീം. എന്തിനാ നമ്മൾ മടിക്കുന്നത്? എന്തിനാ നമ്മൾ ബുദ്ധിമുട്ടുന്നത്? നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വരികയാ. അപ്പൊ ഒന്നാമത്തെ സ്നേഹം ആരോടെന്നറിയോ? വറസൂല ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറയും അതിൽപ്പെട്ട ഒന്നാമത്തെ നിസ്കാരമാണ്. നിസ്കാരം നിലനിർത്തണേ. അതല്ലേ പ്രവാചക പ്രഭു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ പോലും പുണ്യ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോയത്, തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി സ്നേഹ പിരിശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി. ഇഷ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞു പോയി വിഷാദ ഇശലുമോളി കരള് പൊട്ടി. എന്റെ വ്യത ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി? എന്റെ വ്യത ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി? സദാ ചേരിൽ ചിരി ചിന്തും നിലാവിന്ന് കരയുന്നു. ഇനി എന്റെ നബിയോരെ മുഖമില്ലല്ലോ.
ഇളം തെന്നൽ വിതുമ്പുന്നു ഇനി ആരെ തഴുകും ഞാൻ മലർമേനി മണത്തന്റെ കൊതി തീർന്നില്ല മണ്ണുമൊരു പോലെ ഇന്നീ വിണ്ണുമൊരു പോലെ സങ്കടം നീളേ എല്ലാം സങ്കടം നീളേ മണ്ണുമൊരു പോലെ ഇന്നീ വിണ്ണുമൊരു പോലെ സങ്കടം നീളേ ഒഴുകും സങ്കടച്ചേലേ. അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തും ഇവിടെ പറയുന്ന നേരത്ത് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു യാ ഉമ്മത്തി അസ്സലാ നിസ്കാരം മുടക്കരുത് നിസ്കാരത്തിലേക്ക് കടന്നു വരണേ നിസ്കാരത്തിന്റെ വടികളിലൂടെ കടന്നു വരണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകർ പോലും അവിടെ നിന്ന് ലോകത്തോട് ആ വേദന അനുഭവപ്പെടുന്ന സമയത്ത് പോലും പറഞ്ഞു പോയെങ്കിൽ അള്ളാഹുവേ നമ്മുടെ മനസ്സെന്തേ മാറാത്തത് നമ്മുടെ മനസ്സുകൊണ്ടെന്തേ ചിന്തിക്കാത്തത് നമ്മുടെ മനസ്സുകൊണ്ടെന്തേ സങ്കടത്തിന്റെ വടികളിലൂടെ വന്ന് കടന്നു വരാത്തത് അതുകൊണ്ട് ഈമാനികമായ ചിന്ത നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിലേക്കൊന്ന് കൊണ്ടുവന്നാൽ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് ഈ തന്നിട്ടുള്ള ആരോഗ്യമുണ്ടല്ലോ പെങ്ങളെ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ഈ ആരോഗ്യമുണ്ടല്ലോ അതെപ്പോഴാ പോവുക എന്നറിയില്ല ഏത് സമയത്താ നഷ്ടപ്പെടുക എന്നറിയില്ല 60 വയസ്സുണ്ടല്ലോ 70 വയസ്സുണ്ടല്ലോ അള്ളാഹുവേ എന്നിട്ട് പോലും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ചില ചെറുപ്പക്കാര് വിചാരിച്ചു പോകും 60 വയസ്സല്ലേ പ്രായമുള്ളൂ 70 വയസ്സ് അള്ളാഹുവേ 25 വയസ്സല്ലേ പ്രായമുള്ളൂ 30 വയസ്സല്ലേ പ്രായമുള്ളൂ ഇപ്പോഴൊന്നും എനിക്കൊരു രോഗവും വരൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന യുവത്വമേ ആളുകളുടെ കുറ്റങ്ങളും ഫിത്തനകളും മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്നവര് ആളുകളെ പറ്റി അവഹേളിക്കാൻ യൂട്യൂബും വാട്സപ്പും എല്ലാം ഉപയോഗിക്കുന്നവര് ആളുകൾ അറിയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞു പരത്താൻ വേണ്ടി സമയം കണ്ടെത്തുന്നവര് പടച്ച റബ്ബേ അള്ളാഹുവേ നമ്മൾ എന്ത് വിചാരിച്ചു മോനെ 25 26 വയസ്സുള്ള നമ്മൾ എപ്പോഴാ മരിക്കുകയെന്നാണോ? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി മനുഷ്യന്റെ ശരീരത്തെ കാർന്നങ്ങ് തിന്നപ്പോ എത്രയോ പ്രിയപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞു പോയി എത്രയോ പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോയി 20 വയസ്സുള്ള ചെറുപ്പക്കാർ വിട പറഞ്ഞു പോയി. എത്ര കൂട്ടുകാരാണ് ഞാനുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ എന്നെ വിളിച്ചു പറഞ്ഞ ഉസ്താദേ 26 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നതാ പുന്നാര ചെറുപ്പക്കാരൻ വിട പറഞ്ഞു പോയി 30 വയസ്സേ പ്രായമുണ്ടായിട്ടുള്ളൂ 2 കൊച്ചുമക്കളാ ആ മക്കളെയും അനാഥ മക്കളാക്കിയിരിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടുകൂടി സങ്കടത്തോടുകൂടി പറഞ്ഞു പോയെങ്കിൽ എന്റെ പൊന്നു ചെറുപ്പക്കാരാ പൊന്നു പെങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ ആരോഗ്യം നമ്മൾ കളയല്ല നമ്മൾ നഷ്ടപ്പെടുത്തല്ല നമ്മൾ മാറ്റിവെക്കല്ല പടച്ചവനിക്ക് വേണ്ടി കൊടുത്തു പോയാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കണോ ഞാൻ ഒരു അനുഭവം പറഞ്ഞു തരാം. ഇതുപോലെ പടച്ച റബ്ബേ പ്രഭാഷണം ഉള്ള സമയത്ത് വഅലിന് പോകുമ്പോ പടച്ച റബ്ബേ നല്ലതുപോലെ പ്രഭാഷണത്തിന്റെ സംഘാടനത്തിന് വേണ്ടി മുന്നിട്ട് നടന്നിരുന്ന ഷബീർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ എനിക്കറിയാം. പാവപ്പെട്ട ചെറുപ്പക്കാരനറിയാം. ഷബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സംഘാടകർ പറയും ഉസ്താദേ ഷബീറാണ് നമ്മുടെ നെടുന്തോട് എന്തിനും ഏതിനും ഷബീർ മുന്നിട്ടിറങ്ങിയ ഞങ്ങൾ അവനോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ കടന്നു വരികയാണ്. ഒരു വേള അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വിളിക്കുകയാണ് ഉസ്താദേ 3 മാസങ്ങൾ കഴിയുമ്പോ എന്നെ വിളിച്ചിട്ട് പറയാ ഇതുവഴി നിങ്ങൾ പോവുകയാണോ അവന്റെ വീട്ടിലൊന്ന് കയറുമോ
എന്ത് പറ്റി മോനെ? അവന് സുഖമില്ലാതെ കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വാഹനമോടിച്ചു കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട തങ്ങളോട് പറഞ്ഞ തങ്ങളെ, മറ്റന്നാൾ നമുക്ക് അതിന്റെ അടുത്താണ് പരിപാടിയുള്ളത്. ഏതായാലും പാവപ്പെട്ട ചെറുപ്പക്കാരനാണ്, അവനിക്ക് അല്ലാഹ് കൊച്ചുമക്കളാണ്, അവനിക്ക് എന്ത് രോഗമാണെന്നറിയില്ലല്ലോ, അവന്റെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞതാണല്ലോ, നമുക്കൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കയറി നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി നോക്കുന്ന സമയമുണ്ടല്ലോ, പടച്ചവനെ, ആ വീടിന്റെ വാതിൽപ്പടിയിൽ അവിടെ നിന്ന് 3.5 വയസ്സുള്ള പൊന്നുമോള് നിൽക്കുകയാണ്. 3.5 വയസ്സുള്ള പൊന്നുമോള് നിൽക്കുകയാണ്. കൊച്ചുമക്കളെന്ന് പറഞ്ഞാ നമുക്ക് ജീവനാണ്. അള്ളാഹുവേ, കൂടെ ഉള്ള തങ്ങൾക്കറിയാം അവിടെ കൊച്ചുമക്കളുണ്ടെന്ന്. കാരണം ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാ. അതുകൊണ്ട് നമ്മൾ വഴിയിലിറങ്ങിയിട്ട് കുറച്ച് മിഠായി മേടിച്ചു. ആ മിഠായിയുമായി കടന്നു പോവുകയാ. മിഠായി കൊടുത്ത പാട് ആ പൊന്നുമക്കളുടെ സന്തോഷം ഒന്ന് കാണണമല്ലോ. നമ്മൾ ചോദിച്ചു, മോളെ ഉപ്പച്ചി എവിടെ? കുട്ടിക്കൊന്നും അറിയില്ല, 3.5 വയസ്സല്ലേ ഉള്ളൂ. ആ സമയമാണ് 7 വയസ്സുള്ള മകൻ വരുന്നു. ഉസ്താദേ അസ്സലാമു അലൈക്കും. ഞാൻ സലാം അടയ്ക്കും. മോനെ ഉപ്പ എവിടെ എന്ന് പറയുമ്പോ ആ പൊന്നുമകൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോ ആ റൂമിന്റെ അകത്തട്ടിലേക്കൊന്ന് കയറുമ്പോ അല്ലാഹുവേ, അറിയാതെ മനസ്സൊന്ന് പൊട്ടി എന്റെ ചെറുപ്പക്കാരാ, അറിയാതെ മനസ്സൊന്ന് പിടഞ്ഞു പോയ എന്റെ കൂട്ടുകാരാ. ഇത് ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ സമയം കൊന്നു കളയാനല്ല, നിങ്ങളെ ഇല്ലാതാക്കാനല്ല, നിങ്ങളെ പുച്ഛിക്കാനല്ല. പടച്ച റബ്ബേ, സമയത്തിന്റെ കുറവ് കൊണ്ട് ഉസ്താദ് വിഷയം മാറ്റി പറയുകയാണോ എന്ന് പറയുകയുമല്ല. അവിടെ നിന്ന് പടച്ച റബ്ബേ വല്ലാത്ത സങ്കടമാണ്. ചെല്ലുമ്പോഴല്ലേ കാണുന്നത് മൂക്കിലൂടെ ട്യൂബിട്ടിട്ടുണ്ട്, മൂക്കിലൂടെ ട്യൂബിട്ടിട്ടുണ്ട്. എന്തിനേടെ അല്ലാഹുവേ, മലവും മൂത്രവും പോകാൻ വേണ്ടി ഒരു കവറ് കെട്ടിയിട്ടിട്ടുണ്ട്. അരികത്ത് പോയിട്ട് ഞാൻ വിളിച്ചു, ഷബീറേ, അല്ലാഹുവേ, മെല്ലെ വന്ന് കണ്ണു തുറന്നു. മെല്ലെ വന്ന് കണ്ണു തുറന്നു നോക്കിയിട്ട് ആ ചെറുപ്പക്കാരന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാ. പടച്ച റബ്ബേ, മിണ്ടാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. വല്ലാത്ത അവസ്ഥയില് സങ്കടപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ഷബീറിനെ കണ്ടിട്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. കൂട്ടുകാര് പറഞ്ഞു, ഉസ്താദ് ഹാഷിമും ജാബിറും പറഞ്ഞു, ഉസ്താദേ, അവനിക്ക് സംസാരം നിന്നിട്ട് കുറച്ചു ദിവസങ്ങളായി, അവനിക്ക് നടക്കാൻ കഴിയില്ലല്ലോ, അവനിരിക്കാൻ കഴിയില്ലല്ലോ, കിടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാ, വല്ലാത്ത സങ്കടത്തിലാ. ഒന്ന് ദുആ ചെയ്യുവോ? പടച്ച റബ്ബേ, നോക്കി നിൽക്കുമ്പോഴാണ് എന്റെ എല്ലാം ഖൽബ് പൊട്ടിപ്പോയ, അവിടെ നിന്ന് ഹാഷിം ഉൾപ്പെടെ ഉള്ളവരുടെ കണ്ണ് നിറഞ്ഞു പോയ കാഴ്ച കാണുന്നത്. 7 വയസ്സുള്ള മകനോട് വന്നിട്ട് കണ്ണീരൊലിക്കുന്ന പ്രിയപ്പെട്ട ബാപ്പാന്റെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകി വരുന്ന കണ്ണുനീരങ്ങ് തുടയ്ക്കുകയാണ്, കണ്ണീരങ്ങ് തുടയ്ക്കുകയാണ്. ആ മക്കളും അടുത്ത് വരുമ്പോ വാരിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നവരല്ലേ നമ്മള്. നമുക്കുമില്ലേ 7 വയസ്സും 1 വയസ്സൊക്കെ ഉള്ള മക്കള്. ആ മക്കളെന്ന് പറഞ്ഞാ നമുക്ക് ജീവനല്ലേ. അവരൊന്ന് മറിഞ്ഞു വീണാൽ, അവരൊന്ന് കരഞ്ഞാ നമ്മൾ സഹിക്കുവോ? എത്ര വലിയ ലോക്ക്ഡൌൺ ആണെങ്കിലും അവർക്ക് അസുഖമായാൽ അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ നമ്മൾ ചെയ്യൂലേ? അതേപോലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൊച്ചുകുട്ടി എങ്ങനെ കണ്ണീര് തുടക്കുമ്പോ അറിയാതെ നമ്മുടെ കണ്ണ് പോലും നിറഞ്ഞു പോവുകയാണ്. കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകിയിട്ട് നമ്മൾ അറിയാതെ ദുആ ചെയ്തു. അപ്പോഴാണ് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഉമ്മ ഒരു എഴുത്ത് എന്റെ കയ്യിൽ തരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇവിടെ ആര് വന്നാലും അല്ലാഹ് അവനിക്ക് രോഗം ആരംഭിക്കുന്ന സമയത്ത് എഴുതി വെച്ചതാണ്, അവനിക്ക് രോഗം ആരംഭിക്കുന്ന സമയത്ത് എഴുതി വെച്ചതാണ്. അല്ലാഹുവേ, എഴുതി വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടിയിട്ട് കടന്നു വരികയാണ്. വേദനയാണ്, ദുഃഖമാണ്, ദുരിതമാണ്. ആ എഴുത്തിന്റെ ഉള്ളടക്കം എന്തെന്നറിയോ? എന്റെ എഴുത്ത് വായിക്കുന്ന ഉസ്താദുമാരായാലും ചെറുപ്പക്കാരായാലും ഉമ്മമാരായാലും, അല്ലാഹുവേ, ഈ ദുനിയാവിൽ എത്ര കാലം ആരോഗ്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല, എത്ര കാലം ജീവിച്ചിരിക്കുമെന്ന് പറയാൻ കഴിയില്ല,
എത്ര കാലം അവിടെ നിന്ന് മുന്നോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല രീതിക്ക് പോകണേ. ഇന്നും സഹോദരങ്ങളെ, ആ എഴുത്തിന്റെ ഒരു കോപ്പി ഞാൻ എടുത്തിട്ടൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സ്വർഗീയ ലോകം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് അവൻ എഴുതി വെച്ചിട്ടുള്ള എഴുത്തിന്റെ ഇതെന്തെന്നറിയോ? എന്റെ എഴുത്ത് വായിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, അള്ളാഹു ആരോഗ്യം എപ്പോഴാണ് നഷ്ടപ്പെടുത്തുന്ന എന്നറിയില്ല, രോഗം എപ്പോഴാണ് തരുന്ന എന്നറിയില്ല. അതുകൊണ്ട് എനിക്കിനി അള്ളാഹുവിലേക്ക് ഒരുപാട് എടുക്കാനുള്ള സമയമില്ല. എന്റെ ആയുസ് എത്ര കാലം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ എഴുത്ത് വായിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾക്ക് അള്ളാഹു ആഫിയത്ത് തന്നു, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് തന്നു, നിങ്ങൾ അള്ളാഹനെ ഓർക്കണേ, എനിക്കിനി സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുമ്പോ എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കണം, എത്രയോ അർത്ഥവത്തായിട്ടുള്ള എഴുത്താണ് അതിനകത്തുള്ളത്. ആ എഴുത്ത് വായിച്ചപ്പോ തന്നെ അറിയാതെ കണ്ണു നിറഞ്ഞു. എത്രയോ അർത്ഥവത്തായിട്ടുള്ള വരികളാ. ഉസ്താദേ, ഇവനിക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യുവോ? ആ ഉമ്മ ഓടി വന്ന് കരഞ്ഞിട്ട് പറയുന്നു, ഉസ്താദ്, 2 കൊച്ചുമക്കളല്ലേ ഉസ്താദേ, അവരിന്ന് പല ദിവസവും വല്ലാത്ത സങ്കടത്തില. ആരും ഞങ്ങളെ നോക്കാനില്ല, ഞങ്ങൾക്കാരും ഒന്നും തരാനില്ല. അവിടെ ഉള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ ഒരൊറ്റ വാക്ക് കൊടുത്തു, മോനെ, നിങ്ങളോടൊപ്പം നടന്നിരുന്ന യുവാവാണ്. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബത്തെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഓരോ ദിവസം നിങ്ങളിൽപ്പെട്ട 27 ചെറുപ്പക്കാരിൽ നിങ്ങൾ ഓരോ ദിവസം അല്ലാഹുവേ സമ്പാദിക്കുന്നതിൽ നിന്നും ഒരു 10 രൂപ വീതം നിങ്ങൾ മാറ്റിവെക്കാമോ? അങ്ങനെ ആ 27 ചെറുപ്പക്കാരും ഇന്നും ആ കുടുംബത്തിന് വേണ്ടി അവർ ജോലിക്ക് പോകുമ്പോ കൊടുക്കാറുണ്ട്. അവര് വിളിക്കുമ്പോ പറയുന്നു, ഉസ്താദേ, ലോക്ക്ഡൌണിന്റെ സമയത്ത് പോലും അല്ലാഹുവേ ഞങ്ങൾ അവരെ പട്ടിണി കിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത്, ഉസ്താദേ, ആ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ്, ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുകയാ. ഏതായാലും അന്ന് പ്രഭാഷണമില്ല. എത്ര സങ്കടപ്പെട്ടെങ്കിലും ആ വീട്ടിലെത്തി. പക്ഷേ മയ്യത്തെടുക്കുന്ന സമയത്തെത്താൻ പറ്റിയില്ല. മയ്യത്തെടുത്ത് കുറച്ചു കഴിഞ്ഞിട്ടാണ് ആ ഖബറിന്റെ ചാരത്തേക്ക് ഞങ്ങളൊന്ന് കടന്നുപോയി. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം കടന്നു വന്ന് 7 വയസ്സുള്ള മകനാണ്. അല്ലാ, പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ആമീൻ എന്ന് പറയുമ്പോ കുഞ്ഞു മനസ്സാണെങ്കിൽ പോലും അവന്റെ കണ്ണു നിറഞ്ഞങ്ങ് ഒഴുകുമ്പോൾ അല്ലാഹുവേ, കണ്ടുനിന്ന് നമുക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരട്ടെ, ചെറുപ്പക്കാരാ, അവസാനം ദുആ ചെയ്തു വീട്ടിലേക്ക് എത്തിയപ്പോ ഈ പ്രിയപ്പെട്ട യുവാവിന്റെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഉസ്താദേ, ഇനി ഞങ്ങളുടെ പൊന്നുമക്കൾ അനാഥ മക്കളായില്ലേ, അവന്റെ പെണ്ണ് വിധവയായില്ലേ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചപ്പോ കണ്ണു നിറഞ്ഞു പോയ എന്റെ കൂട്ടുകാരാ. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ, ദുനിയാവിന്റെ സന്തോഷത്തിലൂടെ നടക്കുമ്പോ, ദുനിയാവിന്റെ സുഖലോലുപതയിലൂടെ നടന്നു പോകുമ്പോ, പടച്ച റബ്ബേ, മരണം എപ്പോഴാ നമുക്ക് വരുന്ന എന്നറിയില്ല. അല്ലാഹുവേ, കൈകാലുകൾ അണക്കാൻ പറ്റാത്ത രോഗം എപ്പോഴാണ് വരുന്ന എന്നറിയില്ല. അതുകൊണ്ടാണ് അവിടുന്ന് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അല്ലാഹുവേ എല്ലാ സ്വഹാബത്തും പറഞ്ഞു കൊടുക്കുന്നത്, ഒന്നാമത്തെ സ്നേഹം അല്ലാഹുവിനോടാണ്, ഒന്നാമത്തെ സ്നേഹം അല്ലാഹുവിനോടാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നു എന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹനെ ഓർമ്മിച്ചുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വന്ന് ജീവിതം മെച്ചപ്പെടുത്തിക്കോ. ഇൻഷാ അല്ലാഹു കേൾക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ, വാടക കൊടുത്തൊരു വഴിക്കായി കിട്ടുന്നത് സ്വരൂപിച്ചിട്ട് വാടകയ്ക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. പടച്ചവനെ, സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് അതിന്റെ വിഷമം അറിയൂ. നീ വീട് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, വീടും വസ്തുവൊക്കെ ഉള്ളവരുടെ വീടുകളിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു കടത്തിന്റെ കെണിയിലാക്കല്ല റബ്ബേ, കടം കൊടുത്തുകൊണ്ട് സങ്കടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങൾ കടത്തിന്റെ കെണിയിൽപ്പെട്ട് കഴിയുന്നുണ്ട്. അല്ലാ, കടങ്ങളെ മാറ്റണേ റബ്ബേ, വിഷമങ്ങളെ മാറ്റണേ റബ്ബേ, ദുഃഖങ്ങളെ മാറ്റണേ റബ്ബേ, കണ്ണീരുകളെ മാറ്റണേ റബ്ബേ. പടച്ചവനെ, ഒരു രോഗവും നീ വെക്കല്ലേ അല്ലാ, ഒരു സങ്കടവും നീ കൊടുക്കല്ലേ പടച്ചവനെ. റാഹിമായ അല്ലാ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാ. വഴിയോരത്ത് വാഹനത്തിന്റെ ഉള്ളിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മരിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നവരാ. അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, ഞങ്ങളുടെ പൊന്നുമക്കൾ, അവര് പ്രവാസ ലോകത്ത് അവർ സലാം പറഞ്ഞിട്ട് പോയവരാണ്. പടച്ചോനെ, തിരിച്ചു വരുമ്പോ ചതഞ്ഞരഞ്ഞ ശരീരങ്ങളായി മയ്യത്തൊരു വീട്ടിൽ എത്തുന്നൊരവസ്ഥ വെക്കല്ല റബ്ബേ.
അങ്ങനത്തെ ഒരവസ്ഥ വെക്കല്ല റബ്ബേ. വാപ്പാന്റെ ശരീരം ദിവസങ്ങളായി മരിച്ചിട്ട് ഖബറടക്കാതെ നാട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൊട്ടിക്കരയിപ്പിക്കുന്ന ഒരു ഗതികേട് തരല്ല റബ്ബേ. പടച്ചോനെ, അങ്ങനത്തെ ഒരു സങ്കടമോ അങ്ങനത്തെ ഒരു ദുഃഖമോ അങ്ങനത്തെ ഒരു ദുരിതമോ ഞങ്ങൾക്ക് തരല്ലേ പടച്ചോനെ. ഈമാനിന്റെ വെളിച്ചം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സന്തോഷം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. സ്വർഗീയ ലോകം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾക്ക് നിന്റെ നരകം തരല്ലേ അല്ലാ. നിന്റെ നരകത്തിൽ പെടാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല റബ്ബേ. പടച്ചോനെ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചോനെ, ഹബീബിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാ. ഹബീബിന്റെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചോനെ, നരകത്തിന്റെ ചീഞ്ഞളിഞ്ഞ ചലങ്ങൾ ഞങ്ങളെ കൊണ്ട് കുടിപ്പിക്കല്ല പടച്ചോനെ. സ്വർഗത്തിന്റെ സുഗാഡംബരങ്ങളിലൂടെ കടന്നു വരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഇതിലിരുന്നു കൊണ്ട് ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു പടച്ചോനെ, ആ സങ്കടങ്ങളൊക്കെ മാറ്റണേ റബ്ബേ. അവരുടെ ആഗ്രഹങ്ങൾ നീ കബൂലാക്കി നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖ് എല്ലാവരും ചൊല്ലണേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്തേ മദീന നീലാവേ ആരംഭത്താഹ റസൂലേ. ചൊല്ലുദാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള തണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കാടലേ റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്യുമ്പോൾ ഒരു ദഅവത്തിന്റെ പ്രതിഫലം കിട്ടണമെന്നുള്ള ചിന്തയോടുകൂടി കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ.